ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവെ, മടങ്ങിപ്പോകുമ്പോൾ രൂപാന്തരമുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാനൊരു പള്ളിയിൽ വികാരിയായി പ്രവർത്തിക്കുന്നു. ഞാൻ ഒന്നാമത്തെ ഞായറാഴ്ച ആ പള്ളി ചെല്ലുകയാണ്. ആ പള്ളി ചെന്നപ്പോൾ 100-700 വീട്ടുകാരുണ്ട്, വലിയ പള്ളിയാണ്. അവിടെ ചെന്ന് അന്ന് പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിച്ചത് ഒരു അപ്പച്ചനാണ്. ഈ അപ്പച്ചൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞാണ് പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ പള്ളി കഴിഞ്ഞുകൊണ്ട് ഓടി ആ അപ്പച്ചൻ്റെ അടുത്ത് ചെന്നു. അപ്പച്ചൻ നല്ല പ്രാർത്ഥനയായിരുന്നു, സ്പിരിച്വലി എംപവേർഡായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ്റെ വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും, അപ്പച്ചനൊരു മോളേ ഉള്ളൂ, മോള്, മരുമോന്, ഒരു 2 മക്കളും കൂടെ എല്ലാം എൻ്റെ അടുത്ത് വന്നു. ഈ അപ്പച്ചൻ വിങ്ങിപ്പൊട്ടി കരയാണ്. ഈ പ്രാർത്ഥിച്ച് കരഞ്ഞ അപ്പച്ചൻ പ്രാർത്ഥിച്ചത് എൻ്റെ അടുത്ത് വന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞതിന് കാരണം ഇതാണ്, അച്ഛാ എനിക്കൊരു മോളേ ഉള്ളൂ, എൻ്റെ മോളുടെ ഭർത്താവാണ് ഈ നിൽക്കുന്നത്, ഇവർക്ക് 2 മക്കളുണ്ട്. മൂത്ത കൊച്ചിന് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറഞ്ഞ രോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ കാല് തളർന്ന് കൈ ഇങ്ങനെ ക്രിപ്പിൾഡായി ശരീരം വളഞ്ഞിരിക്കുന്ന ഒരു കൊച്ചുമോളാവുള്ളേ. അവിടെ പേര് ഷാരൻ എന്നാണ്. ഈ മോള് വീൽ ചെയറിലാണ് പള്ളിയിൽ വരുന്നത്. ഈ മോക്കൊരു ബ്രദറുണ്ടല്ലേ, ആ മോക്കൊരു മോനുണ്ട്, ഈ അപ്പച്ചന് കൊച്ചുമോനുണ്ട്. അവന് മെൻ്റലി ചലഞ്ചിലാണ്, ബുദ്ധിക്ക് അല്പം കുറവുള്ള കൊച്ചനാണ്. ഞാൻ പറയുന്നത് ക്ഷമിക്കണം. ഈ അപ്പച്ചൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞ, അച്ഛാ ഞാൻ എങ്ങനെ അച്ഛാ ചിരിക്കുന്നേ, ഞാൻ എന്താ അച്ഛാ ചെയ്യണ്ടേ? ഈ 2 കുഞ്ഞുങ്ങളെ അച്ഛൻ കണ്ടോ? ഈ മോൻ ഓടി അങ്ങ് നടക്കും, പറന്നാ പോന്നേ, പിടിച്ചു വച്ചിരിക്കുക. മോളിങ്ങനെ വീൽ ചെയറിലിരിക്കുകയാണ്. ഈ അപ്പച്ചൻ വിങ്ങിപ്പൊടി കരഞ്ഞപ്പോൾ ഞാൻ അപ്പച്ചനോടൊരു കാര്യം പറഞ്ഞു. അപ്പച്ചൻ്റെ ഈ 2 മക്കളും അപ്പച്ചൻ നോക്കിയോ അനുഗ്രഹങ്ങളായിട്ട് തീരും. അപ്പച്ചൻ 10 കൊല്ലം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വല്യപ്പച്ചനാണെന്ന് അപ്പച്ചൻ അറിയും. അപ്പച്ചാ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തലയെ കൈവച്ചവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചാ ഇത് അപ്പച്ചൻ കണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രൈസ് ദി ലോർഡും ഹല്ലേലൂയയും ഒക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയി. ഓരോ ഞായറാഴ്ചയും, എല്ലാ ഞായറാഴ്ചയും പള്ളി വരും ഇവർ. നമ്മളൊക്കെ ആണെങ്കിൽ വീൽ ചെയറിൽ ഇരിക്കുന്നവരാരാ പള്ളി വരാൻ ഇഷ്ടപ്പെടുന്നേ? എല്ലാ ഞായറാഴ്ചയും വരും. പ്രിയപ്പെട്ടവരെ, ഞാനവിടെ സ്ഥലം മാറി പോയപ്പോൾ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചാ നല്ല കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നന്മയും വരത്തില്ലച്ചാ, എനിക്കിനി ഒരിക്കലും സുഖം കിട്ടത്തില്ലച്ചാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ നഷ്ടപ്പെട്ടു പോയച്ചാ, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവം കേൾക്കണം. ഞാനിങ്ങോട്ട് നല്ല മാറിക്കഴിഞ്ഞ് അടുത്ത ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഈ വീൽ ചെയറിലിരിക്കുന്ന, കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഷാരൻ, ഇവർക്ക് കൈ കൊണ്ടൊക്കെ പേനയൊക്കെ പിടിക്കാം, എന്നാലും ഇങ്ങനെ ഇരിക്കുന്നത് പിടിച്ചൊക്കെ എഴുതും. ഈ കൊച്ച് ചെസ്സ് കളിക്കാൻ പഠിച്ചു. ചെസ്സ് കളിക്കാൻ പഠിച്ചപ്പോൾ ഇവളാ സ്കൂളിൽ പോയി പഠിച്ചു. ഇവർക്ക് സ്ക്രൈബാണ് പരീക്ഷയൊക്കെ എഴുതുന്നത്. ഇപ്പോൾ അവൾക്ക് 16 വയസ്സുണ്ട്. ഈ കുട്ടി, നിങ്ങൾ കേൾക്കണം ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന്. ഈ കുട്ടി ചെസ്സ് പഠിച്ച് അവിടെ സ്റ്റേറ്റിൽ, അവളായിരിക്കുന്ന സ്റ്റേറ്റിലെ ചാമ്പ്യനായി. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ നാഷണൽ ചെസ്സിനകത്ത് 2ാം സ്ഥാനം കിട്ടി, സിൽവർ മെഡൽ അടിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ, ലോകത്തിലെ പല രാജ്യങ്ങളിൽ ആ മോള് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയിട്ട് 3 സിൽവർ മെഡൽ ഇൻ്റർനാഷണൽ ലെവലിൽ നേടി. അന്തർദേശീയ തലത്തിൽ 3 സിൽവർ മെഡൽ നേടി. ഇന്ന് ആ മോളെ നമ്മുടെ തിരുമേനിമാർ കാണാൻ പോവും, അവിടുത്തെ മന്ത്രി കാണാൻ പോവും. കേന്ദ്രമന്ത്രിമാർ ഈ മോളെ ബോംബെ വന്നപ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ചു. ആ നാടിൻ്റെ മുഖ്യമന്ത്രി ഈ കൊച്ചിനെ കയ്യിൽ പൊക്കിയെടുത്ത് അനുമോദിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ശൂന്യങ്കാരതയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കാനൊരു കാര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ വീട്ടിലെ ഷാരനെ പോലെ എഴുതി തള്ളിയ, റൈറ്റ് ഓഫ് ചെയ്ത ജീവിതങ്ങളെ ലോകത്തിലെ അത്ഭുതങ്ങളാക്കി തീർക്കുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ സാംജി അച്ഛൻ പറഞ്ഞു, അച്ഛാ അച്ഛനൊരു പുത്തൻ പ്രസംഗം വേണം ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവരാൻ, ഇവരാരും കേട്ടിട്ടില്ലാത്ത പറയണം. എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയൊരു പ്രസംഗമാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് മറ്റെങ്ങും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് ഓൺലൈനിൽ പോലും പോകുന്നത്. അപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഓർക്കുക, ഷാരനെ
ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുവന്നപ്പോൾ വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയാണിത്. തന്നെ പരീക്ഷ എഴുതാൻ കഴിവില്ല, സ്ക്രൈബ് ആ പരീക്ഷ എഴുതുന്നത്. ആ മോളിപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, 11ാം ക്ലാസ്സിലായി. പ്രിയപ്പെട്ടവരെ, 3 സിൽവർ മെഡൽ നേടിയ കുട്ടിയായിട്ട് മാറി. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഇതുപോലെ വിങ്ങിപ്പൊട്ടി കരയുന്ന പപ്പായും മമ്മിയും വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന് ഓർമ്മിപ്പിക്കാനൊരു കാര്യമുണ്ട്. 2 കാര്യങ്ങൾ. 1, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരിനെ നൃത്തമാക്കി തീർക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. 2, എന്നെ നിങ്ങളെ ഓരോ സ്ഥലത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾ നിവർത്തിക്കാനാണ്. ശൂന്യംകാരത്തി എന്ന് പറഞ്ഞ സ്ത്രീ, നിങ്ങൾ ഇവിടെ നോക്കുക, അവൾക്ക് പേരില്ല, അഡ്രസ്സുണ്ട്, ശൂന്യംകാരി എന്നുണ്ട്, മറ്റൊന്നുമില്ല. ഇവർക്ക് ആകെ ഒരു വിശേഷണമേ ഉള്ളൂ, റിച്ച്, ധനികയാണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. പേരില്ല, സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടില്ല, എസ്തറിനെ പോലെ സുന്ദരിയൊന്നുമല്ല, ആണോന്നറിയില്ല, പറഞ്ഞിട്ടില്ല. ദെബോറായെ പോലെ ഒരു വലിയ ന്യായാധിപയോ നേതാവോ ആയി തീർന്നിട്ടില്ല. ഹന്നായെ പോലെ കുഞ്ഞുങ്ങളുടെ പേര് അറിയപ്പെടുന്ന അമ്മയാകാൻ മക്കളില്ല. ഇങ്ങനെ ഒരു നന്മയും ഈ സ്ത്രീയെക്കുറിച്ച് പറയാനില്ല. ഇവളൊന്നുമല്ല, ഇവളൊന്നുമില്ലാത്തവളുമാണ്. ഞാൻ പറഞ്ഞത്, വീട്ടിൽ പണമൊക്കെ ഉണ്ട്, പക്ഷേ ലോകത്തിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ത്രീയാണ് ശൂന്യംകാരത്തി. ഈ സ്ത്രീയുടെ കാലഘട്ടം ഏലിശായുടെ കാലഘട്ടമാണ്. ഏലിശായുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ഏലിയാവിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, തിന്മ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് തോന്നിയതുപോലെ മനുഷ്യൻ അധാർമികമായിട്ട് ജീവിച്ചൊരു കാലമാണ് ഏലിശായുടെ കാലം, ശൂന്യംകാരത്തിൻ്റെ കാലം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പേരില്ലാത്ത ഈ സ്ത്രീയെ, ഞാൻ ആരും അറിയാത്ത ഈ സ്ത്രീയെ ഒരു വലിയ അനുഗ്രഹമാക്കി തീർത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറയട്ടെ, ഈ ശൂന്യംകാരത്തിയ ദൈവം എന്തിനാണ് ശൂന്യമിലാക്കിയെന്നറിയാവോ? ഒരു പ്രവാചകനായ ഏലിശായെ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കാൻ ദൈവത്തിന് ശൂന്യംകാരത്തിയെ വേണമായിരുന്നു. ഒരു ഏലിയാവിന് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ സാരഫത്തിലൊരു വിധവ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, എന്നെ നിങ്ങളെയും ഈ കാലഘട്ടത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്. എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഭർത്താവിനെയും ഭാര്യയും പിള്ളേരെയും മാത്രം നോക്കാനല്ല. ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ സാരഫത്തിലെ വിധവ ഏലിയാവിനെ ഹെൽപ്പ് ചെയ്തതുപോലെ, ശൂന്യംകാരത്തി ഏലിശായെ സപ്പോർട്ട് ചെയ്തതുപോലെ, ചിലരെയൊക്കെ ദൈവനാമത്തിൽ ശക്തിപ്പെടുത്താൻ എന്നെ നിങ്ങളും ദൈവത്തിന് ആവശ്യമുണ്ട്. ഇത് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങളും ഞാനും അനുഗ്രഹമാകുന്നത്. തിന്മ നിറഞ്ഞ കാലഘട്ടത്തിൽ ഈ സ്ത്രീ ഇത്രയും വലിയൊരു അനുഗ്രഹമാകാൻ 2-3 കാരണങ്ങളുണ്ട്. അത് വേഗത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒന്നാമത്, ഈ സ്ത്രീയിൽ കാണുന്ന പ്രത്യേകത, ഷീ ഗേവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ഗോഡ് ഇൻ ഹെർ ലൈഫ്. ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത ഒരു സ്ത്രീ ആയിരുന്നു ശൂന്യംകാരത്തി. പേരില്ല, ഒന്നുമില്ല, പക്ഷേ അവൾക്കൊരു കാര്യം ഉണ്ടായിരുന്നു, അവൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. എപ്പോഴും ദൈവത്തെ സ്വാഗതം ചെയ്യുന്നൊരു സ്ത്രീ ആയിരുന്നു ശൂന്യംകാരത്തി സ്ത്രീ. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലേക്ക് നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന് സ്ഥാനം കൊടുക്കുക? ഈ സ്ത്രീയെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇവിടെ വീടിൻ്റെ പടിക്കക്കൂടെ പതിവായിട്ടൊരു അന്യ നാട്ടുകാരൻ പോകുന്നുണ്ടായിരുന്നു. അവരുടെ നാട്ടുകാരനല്ല, ജോസിനെയും റോണിയെപ്പോലെ അവരുടെ വാർഡിലെ മെമ്പറൊന്നുമല്ല, അവിടുത്തെ അംഗമൊന്നുമല്ല. വേറെ ഒരു നാട്ടുകാരൻ, കൂടെ ഒരു സഹായിയുണ്ട്. ഇവരിങ്ങനെ കൂടെ ഇവരുടെ വീടിൻ്റെ പടിക്ക് കൂടെ പോകുന്ന കാണും. ഇങ്ങനെ കൂടെ പോകുന്ന വഴിക്ക് ഈ എലിശ ഇവരുടെ വീട്ടിലോട്ട് നോക്കുമായിരുന്നു. ഞാനിവിടെ ചോദിക്കട്ടെ, ഇന്ന് വെണ്ണിക്കുളത്ത് പാർക്കുന്ന നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടി എന്നും രാവിലെയും വൈകിട്ടും പതിവായിട്ടിങ്ങനെ ഒരപരിചിതം പോയാൽ നിങ്ങൾ ജോസിനെയും റോണിയെയും വിളിച്ച് പറയത്തില്ലയോ? എന്താ പറയും? ബംഗാളിയാണോ,
ബംഗ്ലാദേശുകാരനാണോ പാകിസ്ഥാൻകാരനെന്ന് അറിയത്തില്ല. തേണ്ട ഇതിലേ കൂടെ ഒരു അപരിചിതൻ ഇങ്ങനെ എപ്പോഴും പോകുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നോക്കും. നമ്മളെന്ത് പറയും? നമ്മൾ ഗേറ്റും അടയ്ക്കും, പട്ടി അഴിച്ചു വിടും. എന്നാൽ ഈ സ്ത്രീ കാണുന്ന പ്രത്യേകത, ഈ സ്ത്രീയുടെ പടിക്കക്കൂടെ ഈ മനുഷ്യൻ കൂടെ പോകുമ്പോൾ ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഈ പോകുന്ന മനുഷ്യനുണ്ടല്ലോ, വൻ സാക്ഷാൽ ദൈവപുരുഷനാണ്, വിശുദ്ധനായ ദൈവപുരുഷനെന്ന് പറഞ്ഞു. എന്താ ദൈവത്തിന് കൊടുക്കുന്ന എന്നിട്ട് പറയാണ്, ആ മനുഷ്യനെ ഇതിലേ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ പാർപ്പിക്കണം, നമ്മുടെ വീട്ടിൽ വെൽക്കം ചെയ്യണം. ഒരു പരിചയമില്ല. ഭർത്താവിനോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ എന്താ ശൂന്യം കാത്തി ചെയ്യുന്നറിയാമോ? തൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ അവനിൽ ആരെ കണ്ടെന്നറിയാമോ? ദൈവത്തെ കണ്ടു. ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും വേദപുസ്തകം കയ്യിരിക്കുന്നതല്ല, ഇരിക്കണം. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ല, പ്രാർത്ഥിക്കണം. ഇതൊന്നും മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് പോകണം. ഈ സ്ത്രീ എന്തറിയാമോ? താൻ കാണുന്നവരിൽ യേശുവിനെ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ദൈവത്തെ കാണാൻ ശ്രമിച്ച സ്ത്രീയാണ്. നമുക്കിന്ന് ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അപരനിൽ, മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയണം. ഇതിപ്പോൾ റോണി പറഞ്ഞു, റോണിയല്ലല്ലോ ഇവിടുത്തെ അനുമോദിച്ച, ഇടവയ്ക്ക് വേണ്ടി അനുമോദിച്ച അദ്ദേഹം ട്രസ്റ്റ് പറഞ്ഞു കേട്ടായിരുന്നോ? ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വോട്ട് ചെയ്തരും, വോട്ട് ചെയ്യാത്തവർ ഒരുപോലെ കാണണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വെണ്ണിക്കുളത്ത് ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് ആരെ കാണണം? ദൈവത്തെ കാണുന്നവരായിട്ട് തീരണം. ഇതിന് ഞാൻ ഉദാഹരണം പറയട്ടെ. ദൈവം തമ്പുരാൻ്റെ ഇഷ്ടപുത്രനായിട്ട് ജനിച്ച ഒരാളാണ് യാക്കോബ്, പഴയ നിയമത്തിലെ യാക്കോബ്. യാക്കോബിൻ്റെ പ്രത്യേകം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളായിരുന്നു, എല്ലായിടത്തും വിജയിക്കണം, എല്ലാം നേടിയെടുക്കണം, എല്ലാം ആർജിക്കണം. ഈ ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു. ഇതിനു വേണ്ടി ഇവൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അപ്പനെ കളിപ്പിച്ചു, സഹോദരനെ കളിപ്പിച്ചു, അമ്മയും കളിപ്പിച്ചെന്ന് പറയാം, അമ്മയും കളിപ്പിച്ചു, അമ്മാവിയപ്പനെയും കളിപ്പിച്ചു, എല്ലാവരെയും കളിപ്പിച്ച് വലിയവനാകാൻ ശ്രമിച്ച ഒരാളാണ് യാക്കോബ്. യാക്കോബ് നോക്കുമ്പോൾ അവൻ എല്ലാവരും ശത്രുക്കളാണ്. എന്ന് പറഞ്ഞാൽ അവരെ ആരെയും ദൈവത്തെ കാണുന്നില്ല. അപ്പനെ കാണുമ്പോൾ എൻ്റെ ജ്യേഷ്ഠനെല്ലാം വാരിക്കൊടുക്കുന്ന അപ്പൻ എന്നോട് ഇഷ്ടമില്ല, അപ്പനെ ഞാൻ കളിപ്പിക്കും. അമ്മയെ കളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സഹോദരനോട് പറഞ്ഞു, നീ വലിയവനാകണ്ട, ഞാൻ വലിയവനാകും, നിന്നെ പായസം കൊടുത്ത് മാറ്റാൻ പോവാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് വലിയവനാകാൻ ജീവിച്ചയാൾ അമ്മായിപ്പൻ്റെ അടുത്ത് പോയ ഓട്ടം നമുക്കറിയാം. ജീവിതം ഒരു പരാജയമായിട്ട് ഓടിയതാണ്, ഒന്നുമില്ലാതെ ഓടിയതാണ്, ഉടുതുണി മാത്രം ഒരു പടി കൈപ്പിടിച്ചുകൊണ്ട് ഓടിയതാണ്. ഇങ്ങനെ അവിടെ പോയി ലാബാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ദൈവം ഇഷ്ടംപോലെ സമ്പത്ത് കിട്ടി. ആടുമാടുകളെ, അമ്മായിപ്പൻ്റെ ഗിഫ്റ്റ്, അമ്മായിപ്പൻ്റെ 2 പെമ്മക്കളെ, വെപ്പാട്ടികളെ, 11 മക്കളുമായിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ യാബോക്ക് നദിയുടെ തീരത്ത് വന്നു. നിങ്ങളും ഞാനും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര വലിയ കോടീശ്വരനായാലും, എത്ര വലിയ പദവികൾ ജീവിതത്തിൽ ലഭിച്ചാലും, നമ്മുടെ മക്കൾ എത്രയും കൊമ്പത്ത് പോയിരുന്നാലും ഓർക്കണം, നമുക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ള ചില യാബോക്ക് നദികൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടവരാണ് നമ്മൾ. യാബോക്കിൻ്റെ തീരത്ത് വന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, വെപ്പാട്ടികളെ, മക്കളെ, ഭാര്യമാരെ എല്ലാം പറഞ്ഞ് അക്കരെ വിട്ടിട്ട് അവിടെ ഇങ്ങേക്കരയിലിരുന്ന് പറയാണ്, എനിക്ക് ഈ നദി കടക്കാൻ വയ്യ. അവൻ നിലത്ത് കിടന്നുരുളുകയാണ്, നദീതീരത്ത് മണ്ണിനകത്ത് കിടന്നുരുളുകയാണ്. ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയെന്ന് പറഞ്ഞാൽ വെറുതെ കിടന്ന് ദൈവത്തോട് ഇടിച്ചൊന്നും കാണിക്കുകയല്ല, അവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയുവാണ്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കാതെ, നീ എൻ്റെ കൂടെ വരാതെ ഞാൻ ഈ നദിക്കക്കരെ പോകത്തില്ല. കാരണം യാക്കോബിൻ്റെ സഹോദരൻ ഏശാവ് 400 പടയാളികളുമായി യാക്കോബിനെ നേരിടാൻ വരാൻ പോവുകയാണ്. ഇവർക്ക് പൂമാല കൊടുത്തതുപോലെ, പൊന്നാട കൊടുത്തതുപോലെ, പൊന്നാട കൊടുക്കാനല്ല ഏശാവ് വരുന്നേ. ഈ യാക്കോബ് വീട്ടിൽ നിന്ന് പോയപ്പോഴേ പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇപ്പോൾ 400 പട്ടാളക്കാരെ കൊണ്ടുവരുന്ന, അല്ലെ പടയാളികളെ കൊണ്ടുവരുന്നത് യാക്കോബിനോട് കണക്ക് ചോദിക്കാൻ വരികയാണ്.
യാക്കോബ് ഇതറിഞ്ഞപ്പോൾ പേടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ഈ നദിക്ക് അക്കരെ പോയാൽ എൻ്റെ കഴുത്തെ തല കാണത്തില്ല, എൻ്റെ സഹോദരൻ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവർ, ഇതാണ് ദൈവത്തോട് മൽപ്പിടുത്തം നടത്താൻ ഞാൻ അല്ല ദൈവത്തോട് ഗുസ്തി പിടിക്കുന്നൊന്നും എനിക്ക് തോന്നില്ല. അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ചലറി വിളിച്ച് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഈ നദി ഞാൻ കടന്നു പോകത്തില്ല, നീ എന്നെ അനുഗ്രഹിക്കണം, നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വിളിയാണ്. അപ്പോൾ യാക്കോബിന് തോന്നി, ദൈവമേ, ഞാൻ ആടുമാടിനെ ഉണ്ടാക്കി, ഭാര്യമാരുണ്ട്, കൊച്ചുങ്ങൾ 11 എണ്ണമുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്. യാക്കോബിന് മനസ്സിലായി, ഞാൻ ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ സഹോദരൻ വരുമ്പോൾ ഇവരെ എല്ലാം എന്നെയും കൊല്ലും, എൻ്റെ ആടുമാടുകളെയൊക്കെ അടിച്ചുകൊണ്ട് പോവും, എല്ലാം തീരാൻ പോവുകയാണ്. അവിടുന്ന് യാക്കോബ് ഈ യാബോക്കിൻ്റെ തീരത്ത് കിടന്നൊരു പാട്ടായിട്ട് ഞാൻ പറയട്ടെ. ഈകത്തിൽ ഒന്നുമില്ലായേ നേടിയതെല്ലാം മിഥ്യയേ, ഈകത്തിൽ ഒന്നും നേടിയതെല്ലാം മിഥ്യയേ, പരദേശ െന്നു അന്യനല്ലോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. പ്രിയപ്പെട്ടവരെ, യാബോക്ക് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി. എന്താണെന്നറിയാമോ? അവൻ അവിടെ കിടന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ ജ്യേഷ്ഠനെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു, അമ്മായിയപ്പനെ കളിപ്പിച്ചു, എനിക്ക് എണ്ണാൻ വയ്യാത്തതുപോലെ അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഇവിടെ തീരാൻ പോകാം. അവിടെ കിടന്ന് ദൈവത്തോട് പറഞ്ഞു, എന്നെ രക്ഷിക്കാൻ ദൈവമേ, നിനക്കല്ലാതെ ആർക്കും കഴിയില്ല. ഒന്നും ചെയ്തിട്ടൊന്നും ആകുന്നില്ല ചാ, ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇതാ മൽപ്പിടുത്തം. എൻ്റെ നിങ്ങളുടെ ചില ജീവിതം ഈ യാബോക്ക് കടക്കും മുമ്പ് ദൈവം ചോദിച്ചടാ, മോനെ, നീ ഇന്ന് വരെ നിൻ്റെ പേരും നിൻ്റെ ആളത്തോ എങ്ങും പറഞ്ഞിട്ടില്ല. നീ അപ്പൻ്റെ മുമ്പിൽ പറയും ഞാൻ ഏശാവാണെന്ന്. ഭാര്യയുടെ മുമ്പിൽ പോകുമ്പോൾ രണ്ടുപേരെയും ചേട്ടത്തിയെ കളിപ്പിച്ചു, അനിയത്തേക്ക് എല്ലാം നമുക്കറിയാം, എല്ലായിടത്തും കളിപ്പിച്ചു. അമ്മായിപ്പനോട് പറയാതെ ആടിനെയെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് ഒറ്റ ഓട്ടം. ഇതെല്ലാം ചെയ്ത യാക്കോബ് പറയാണ്, ദൈവം തമ്പുരാനെ, ഈ നദി കടക്കണമെങ്കിൽ നീ എന്നെ ദൈവം പേര് ചോദിച്ചപ്പോൾ ഞാൻ യാക്കോബാ. ദൈവം പറഞ്ഞു നീ എന്നെ ആദ്യമായിട്ടാണ് എൻകൗണ്ടർ ചെയ്യുന്നത്, നീ ആദ്യമാണ് എന്നെ നേരിടുന്നത്. ഇത്രയും നാളും നീ പണമുണ്ടാക്കുക, വലിയവനായി തീരുക, അടിച്ചു മാറ്റാൻ പോയപ്പോൾ ഇന്ന് നീ സത്യം പറഞ്ഞല്ലോ, ഞാൻ യാക്കോബാണെന്നും എൻ്റെ ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ എനിക്കൊന്നും സാധ്യമല്ലെന്നും എനിക്ക് നിന്നെ ആവശ്യമാണെന്നും സത്യം പറഞ്ഞതുകൊണ്ട് ദൈവം പറഞ്ഞു നീ ഇസ്രായേലാണ്. ദൈവം അനുഗ്രഹിച്ചു. ഇതാണ് മൽപ്പിടുത്തം. ഈ ഇടവകയിലെ ദൈവമക്കളെ, ഈ 102ാമത്തെ കൺവെൻഷൻ സമാപിക്കുമ്പോൾ ഞാനോ നിങ്ങളോ ദൈവത്തിൻ്റെ മുമ്പിൽ മുഖം മൂടി വെച്ചിട്ട്, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മുഖം മൂടിയിട്ടിട്ട്, മാതാപിതാക്കളുടെ മുമ്പിൽ മുഖം മൂടി വെച്ചിട്ട് വേറെ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു പകൽക്കാലം ദൈവത്തിന് ഓർമ്മിപ്പിക്കാനൊരു കാര്യമുണ്ട്. നീ ആരാണെന്ന് സത്യം പറഞ്ഞ് ദൈവവുമായിട്ട് ഉടമ്പടി പ്രവേശിച്ചോണം. ഈ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അക്കരെ കയറിയപ്പോൾ തേണ്ട ഏശാവും 400 പേര് ഇങ്ങോട്ട് വരും. കണ്ടപ്പോൾ യാക്കോബ് ഒരു വാചകം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ അച്ചാച്ച, എൻ്റെ പൊന്നച്ചാച്ച, ചാച്ചൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ആരെ കണ്ടു? ഇതാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുന്നതിൻ്റെ അർത്ഥം. അന്ന് വരെ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കാതിരുന്നപ്പോൾ ഏശാവിനെ ശത്രുവായിട്ട് കണ്ടു, അവനെ കബളിപ്പിച്ചു. അമ്മായിപ്പനെ അങ്ങനെ ചെയ്തു. എന്നാൽ ഇപ്പോൾ പറയുന്ന അച്ചാച്ച, ഞാൻ അച്ചാച്ചൻ്റെ മുഖം കണ്ടപ്പോൾ ദൈവത്തിൻ്റെ മുഖം പോലിരിക്കുന്നു. ഇതാണ് എന്നിലും നിങ്ങളിലും
ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോൾ ഉണ്ടാകേണ്ട കാര്യം. 2 ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തപ്പോൾ ഈ സ്ത്രീ ശൂന്യംകാരത്തി ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അച്ചാച്ച, ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ദൂരം യാത്ര ചെയ്തു പോകുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കട്ടെ. ഓർക്കുക, നമ്മുടെ വീട് നമുക്ക് മാത്രമല്ല, ഇവർക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ ചുവരിനോട് ചേർത്ത് ചുവരുള്ള ഒരു മുറി പണിയണം. ഒന്നാമത്തെ ഗിഫ്റ്റ്. 2, അവിടെ ഒരു കട്ടിൽ വേണം, അവിടെ ഒരു മേശ വേണം, ഒരു നാൽക്കാലി വേണം, നിലവിളക്ക് വേണം. 5 കാര്യങ്ങൾ ഈ സ്ത്രീയുടെയും ഭർത്താവിൻ്റെയും പണം മുടക്കി ഈ ദൈവപുരുഷന് കൊടുക്കാനായിട്ട് ഈ സ്ത്രീ തയ്യാറായി. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ പണം കൊണ്ട് മക്കൾക്കും അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി വാരിക്കൂട്ടി വെക്കുമ്പോൾ, ശൂന്യംകാരത്തി ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തപ്പോൾ അവൾ പറയുന്നു, ഞങ്ങളുടെ വീടുണ്ടല്ലോ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്, ഞങ്ങളുടെ കട്ടിലുണ്ടല്ലോ ദൈവത്തിനാണ്, ഞങ്ങളുടെ മേശയും കസേരയും ദൈവത്തിനാണ്, ഞങ്ങളുടെ വീട്ടിലെ വിളക്ക് ദൈവത്തിനാണ്, ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിനും ദൈവപുരുഷനും പങ്കുവെക്കാൻ ഈ സ്ത്രീ തയ്യാറായി. ഇവിടെ ഞാനും നിങ്ങളും ചിന്തിച്ച് നമ്മളെല്ലാം പറയുന്നുണ്ട് യേശുവൻ സ്വന്തം ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് എന്താ പ്രിയപ്പെട്ടവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ സ്ത്രീ എന്താ ചെയ്തെന്നറിയാമോ? ഒരു അപ്പൻ ഒരമ്മ അവരുടെ മക്കൾക്ക് വീതം വെക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നത് പോലെ, അല്ലെ ഒരു വീട് വില്ല കൊടുക്കുന്നത് പോലെ ഒരു മുറി, ആ മുറിക്കകത്ത് എല്ലാ ഫർണിച്ചറും വെച്ച് ഈ മനുഷ്യന് കൊടുക്കാനായിട്ട് തയ്യാറായി. എന്നിട്ട് പറഞ്ഞു, ഭർത്താവ് അതുപോലെ ചെയ്തു കൊടുത്തു. എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് ഓർത്ത് നോക്കിയേ. അങ്ങനെ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പുരുഷനെ പോയപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് നിർബന്ധിച്ചു, ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ. നിങ്ങളും ഞാനും ഒക്കെ ഇന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാ? എന്ത് കാര്യങ്ങൾക്കാണ് നിർബന്ധമുള്ളേ? നമ്മുടെയൊക്കെ ഈഗോയ്ക്ക് വേണ്ടിയാണ്. സ്വന്തം കാര്യത്തിന് ഈഗോ പിടിക്കുമ്പോൾ ഈ സ്ത്രീ പറയാണ്, സാറേ അല്ലെങ്കിൽ യജമാനനെ, ഞങ്ങളുടെ വീട്ടിൽ വന്നോ, ഈ മുറി ഇതെല്ലാം അങ്ങയ്ക്ക് ഉപയോഗിക്കാം, ഇത് അങ്ങയ്ക്കാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ എന്താ മനസ്സ് കാണിക്കുന്നേ? നമ്മളെന്താ പ്രിയപ്പെട്ടവർ ചെയ്യുന്നേ? കാര്യമായിട്ട് ചിന്തിക്കണം. നമുക്കിന്ന് എന്താ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നേ? നമ്മളെല്ലാം ഞാൻ പിരിവിനൊന്നും വന്ന ആളല്ല, പിരിവ് നമുക്കിഷ്ടമല്ല, സംഭാവന എടുക്കാൻ ഇഷ്ടമല്ല, ഒന്നുമല്ല. ഇപ്പം ജോസ് പറഞ്ഞു സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ബൾബൊക്കെ ഇട്ട് കൊടുത്തത്, 106 പോസ്റ്റ്. റോണിയും അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറയുകയാണ്, ദൈവം നിങ്ങളെ വെണ്ണിക്കുളം ശാലയും മാർത്തോമായ ഇടവിലാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ദൈവവേല ഈ നാട്ടിൽ നടക്കാൻ നമ്മൾ എന്താ കൊടുക്കുക? ഈ ശൂന്യം ദേശത്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ മനസ്സ് കാണിച്ചു. നമുക്കിന്ന് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ്? എൻ്റെ 2ാമത്തെ പോയിന്റിലേക്ക് ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രഥമ സ്ഥാനം. 2, ഈ സ്ത്രീയുടെ പ്രത്യേകത ഹെർ കണ്ടൻമെൻറ്റ്. ഭയങ്കര തൃപ്തിയുള്ളൊരു സ്ത്രീയായിരുന്നു ഈ സ്ത്രീ, സംതൃപ്തിയുള്ളവളായിരുന്നു. എനിക്ക് നിങ്ങൾക്കും ഒരിക്കലും തൃപ്തി വരാൻ എളുപ്പമല്ല, പക്ഷേ നമുക്ക് തൃപ്തി കണ്ടെത്താൻ ഈ സ്ത്രീ പഠിപ്പിക്കുന്നു. ഈ സ്ത്രീയുടെ വീട്ടിൽ ഇങ്ങനെ ഏലിശായും ഗേഹസിയും കൂടെ വന്ന് ഒരു ദിവസം താമസിക്കാം. വന്ന ഉടനെ ചായ കൊടുത്തു, ലഞ്ച് കൊടുത്തു, അവരവിടെ ആ മുറി പാർക്കുകയാണ്. 2 പേരും കൂടെ പാർക്കും. അപ്പോൾ ഈ സ്ത്രീയുടെ ഈ സ്നേഹവും കരുതലും കണ്ടപ്പോൾ തിരിച്ചൊരു ചോദ്യം ഗേഹസിയോട് പറഞ്ഞടാ, ഇവളിത്ര താല്പര്യത്തോടെ നമുക്കിതെല്ലാം ചെയ്തു തന്നല്ലോ, നമുക്കൊരു ഫ്ലാറ്റ് തന്നു, ഫർണിച്ചറെല്ലാം തന്നു, നമുക്ക് ഭക്ഷണവും തന്നു, എപ്പം വേണേയും വന്നോളാൻ പറഞ്ഞു, നമുക്ക് എന്തൊരു സ്നേഹമായി സ്ത്രീ തരുന്നതാ. അപ്പോൾ തിരിച്ചൊരു ചോദ്യം അവൾ ഇത്രത്തോളം ചെയ്തപ്പോൾ നമുക്ക് അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം? നമ്മുടെ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പക്ഷെ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ബന്ധത്തിൽ വന്നെങ്കിലേ കഴിയത്തുള്ളൂ. ഈ പ്രവാചകൻ ഗേഹസിയോട് ചോദിച്ചാൽ അവൾക്ക് എന്നാ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട,
ഞാൻ ദൈവജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നൊരു സ്ത്രീയാണ്. ഞങ്ങളുടെ കുടുംബം അവിടെയാണ് പാർക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. വി ആർ ലിവിങ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഗോഡ്ലി പീപ്പിൾ. ദൈവജനത്തിൻ്റെ കൂടെ പാർക്കുകയാണ്. നമുക്കെന്താ ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, ആ സ്ത്രീക്ക് മക്കളില്ല. ഭർത്താവും ഭാര്യയും കുറച്ച് വേലക്കാരുമേ ഉള്ളൂ. നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചോദിക്കുന്നു, ഗേഹസിയെ വിട്ട് ശൂന്യംകാർത്തി വന്നപ്പോൾ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് വേണേലും ചെയ്തു തരാം. രാജാവിനോടോ സേനാപതിയോടോ ആരോടോ വേണമെങ്കിലും നിനക്ക് വേണ്ടി എന്ത് റെക്കമെൻഡേഷനും ചെയ്യാം. എന്ത് വേണമെന്ന് പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ദൈവജനത്തിന് നടുവിൽ പാർക്കുന്നത് കൊണ്ട് എനിക്കെല്ലാം ഉണ്ട്, ഒന്നുമില്ല. ഞാനും നിങ്ങളും ഒക്കെ ദൈവിക കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ പറയും, അച്ഛാ അയ്യോ പിള്ളേരെല്ലാം പഠിക്കുക, എന്തോ ചിലവാണ്. പിള്ളേരെല്ലാം പഠിച്ച് ജോലിക്ക് പോയി കഴിയുമ്പോൾ പറയും, അയ്യോ അവരവിടെ ബാംഗ്ലൂരിലാണ്, ഡൽഹിയിലാണ്. വെച്ചാൽ അവിടെ എന്തോ റെൻ്റാണെന്നറിയാമോ വെച്ചാ. ഇത് നമുക്ക് സ്വത്തെണ്ണാൻ വയ്യാത്ത പോലുള്ളപ്പോഴാണ് പറയുന്നത്. ഇല്ലച്ചാ ഇല്ലച്ചാ ഇല്ലച്ചാന്നേ നമുക്ക് പറയാനുള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ഒന്നും പറയുന്നില്ല. മലയാളികളായ നമ്മുടെ ഒരു പ്രത്യേകതയാണ്, നമുക്കൊരിക്കലും തൃപ്തി വരത്തില്ല. ഈ സ്ത്രീ പറഞ്ഞു, ഇവിടെ ഒന്നിനും കുറവില്ല, എല്ലാം ഉണ്ട്. ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാണോ, എനിക്കൊരു മുട്ടും വരത്തില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. എന്താ പറയുന്നറിയാം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ. യഹോവ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് അനുകൂലമാണ്, ഞാൻ ആരെയും പേടിക്കത്തില്ലെന്നാണ് എബ്രായർ ലേഖനക്കാരൻ പറയുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ ഏലിശ പറഞ്ഞു, നീ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാനൊന്ന് പറയാൻ പോവുക. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ നീ ഒരു മകന് ജന്മം കൊടുത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൾ കുഞ്ഞില്ലെന്നോ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നോ ഞങ്ങളുടെ വീട്ടിലൊരു സന്തോഷമില്ലെന്നോ ഒന്നും പറഞ്ഞില്ല. അവൾ പറഞ്ഞു, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നിനക്ക് ആവശ്യമാണ്, തരും. പ്രിയപ്പെട്ടവരെ, അർഹിക്കാത്ത നന്മകൾ, ചോദിക്കാത്ത അനുഗ്രഹങ്ങൾ തരുന്ന ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിച്ച് അനുഗ്രഹപാത്രങ്ങളാക്കി തീർക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളോടും എന്നോടും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം ചോദിക്കുമ്പോൾ ഈ സ്ത്രീയെപ്പോലെ സംതൃപ്തി പറയാൻ കഴിയുമോ? യഹോവ ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ല. ദൈവജനത്തിൻ്റെ കൂടെയാണ് പാർക്കുന്നത്. എന്തിനാ വെണ്ണിക്കുളം ശാലയും മാർത്തോമ ഇടവക നിർത്തിയിരിക്കുന്നറിയാവോ? ഈ ഇടവകയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ പറയണം, വെണ്ണിക്കുളം ശാലയും ഇടവകയിലെ സാംഡി പണിക്കരച്ചനും കൊച്ചമ്മയും ഈ ഇടവയുടെ ചുമതലക്കാരും കമ്മിറ്റി അംഗങ്ങളും ഇവിടുത്തെ വാർഡ് മെമ്പേഴ്സും ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ പറയുന്നൊരു ഇടവകയായിട്ട് തീരണം. അല്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയല്ല. ഇവിടെ ആര് വീണാലും പൊക്കിയെടുക്കാൻ ആൾ വേണം. അപ്പം മറ്റൊരാൾ വീണാൽ ഞാൻ പൊക്കിയെടുക്കണം, ഞാൻ വീണാൽ നിങ്ങൾ എന്നെ പൊക്കിയെടുക്കണം. ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ പാർക്കുമ്പോഴേ സന്തോഷം. ഞാൻ ആ പോയിന്റ് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്നത് എവിടെയാണെന്നറിയാമോ? ദൈവത്തെ കാണുന്നവർക്ക് ഇതുള്ളൂ. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. നിന്നെ കാണും പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരുന്ന പള്ളികളിൽ കോടികളുള്ളവരുണ്ടായിരുന്നു. പട്ടിണി പാവങ്ങളും ഉണ്ടായിരുന്നു. വെറും പട്ടിണി പാവങ്ങൾ, വീടില്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ വീടൊക്കെ വെച്ച് കൊടുത്തു. ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ, ഒരാളുടെ വീടിന് 25,000 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരെ ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിളിച്ചു. അച്ഛാ വരണം, പ്രാർത്ഥിക്കണം. 25,000 വീട്, ഒരു കോടികളുള്ള ആളാണ്, വലിയ ആളാണ്. എന്ന് പറഞ്ഞ അച്ഛാ എന്തിനാച്ചാ പണം? എന്ന് പറഞ്ഞ അച്ഛാ ഞങ്ങൾക്ക് ഒത്തിരി ഇടത്ത് സ്ഥലമുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്ത് സ്ഥലമുണ്ട്, വലിയ ആളുകളാണ്. എവിടേക്കാന്ന് എനിക്കറിയത്തില്ല. എന്തിനാച്ചാ പണം? സമാധാനം മതിയെന്ന് പറഞ്ഞു. അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവോ? ഇവിടെ ഒരു സമാധാനവും ഇല്ല. പാവങ്ങളുടെ വീട്ടിൽ ഇത് കേൾക്കാറുണ്ട്, എല്ലാ വീട്ടിലും ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് അവസാനം പറയാം. ശൂന്യങ്കാരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്.
എനിക്ക് മക്കളില്ലേലും മക്കളുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും ദൈവം എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് സംതൃപ്തിയാണെന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് ആ വിശുദ്ധനായ പൗലോസ് പറഞ്ഞത്, ഉയർച്ചയിലിരിക്കാൻ എനിക്കറിയാം, താഴ്ചയിലിരിക്കാൻ അറിയാം, വിശന്നിരിക്കാൻ അറിയാം, സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം, എല്ലാം എനിക്കറിയാം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം. ഇതാ പ്രിയപ്പെട്ടവരെ സംതൃപ്തിക്കുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. മൂന്നാമത് ഈ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഒന്ന്, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കാനായിട്ട് കഴിയണം, മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനായിട്ട് കഴിയുക. രണ്ട്, ഇല്ലേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഇല്ലാത്തതിൽ പരിഭവിക്കാതെ, ഉള്ളതിൽ ദൈവത്തിന് സ്തോത്രം പാടിക്കൊണ്ട് ജീവിക്കാൻ കഴിയണം. മൂന്നാമത്തെ കാര്യം ഈ സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസമാണ്. അൺഷേക്കബിൾ ഫെയ്ത്ത് ഇൻ ഗോഡ്. ഇത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്ത്രീക്ക് പിറ്റേയാണ്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, വിശ്വാസം. ഈ സ്ത്രീ ഒരു മുറി പണിത് കൊടുത്തപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് 60 ലക്ഷം രൂപയെങ്കിലും ചിലവായിട്ടുണ്ട്. ഇന്നത്തെ കണക്ക് ഫർണിച്ചറെല്ലാം കൂടെ ആകുമ്പോൾ ഒരു 75 ലക്ഷം രൂപയുടെ ചിലവുണ്ടെന്നങ്ങ് വിചാരിച്ചു. ഒരു ഭാര്യ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് ചെയ്താൽ ഭർത്താവ് പറയും, മക്കളും പറയും, നിങ്ങളെന്ത് പൊട്ടന്മാരാണ്, എന്തറിവ് നിങ്ങൾക്കുണ്ടെന്ന് പറയും. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയില്ല, എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് പറയും. എന്നാൽ ഈ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീ ഇതെല്ലാം ചെയ്ത വിശ്വാസത്തിലാണ്. ഈ വഴിയെ പോകുന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം ഒരു ദൈവപുരുഷനാണ്, ദൈവത്തിൻ്റെ രൂപമാണ്. ആ മനുഷ്യനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതുകൊണ്ടാണ് മാർത്തോമാ സഭയിൽ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാ? തിരുമേനിയല്ല. ആരാ കൊടുക്കുന്നേ? നിങ്ങളാ കൊടുക്കുന്നേ. പണ്ട് അരി അടുപ്പത്തിടുമ്പോൾ ഇങ്ങനെ നാഴിയോ ഇരുനാഴിയോ അരിയെടുത്ത് അടുപ്പത്തിടും. ഒന്ന് വീട്ടിൽ ഒത്തിരി പേരുണ്ട്. ഇതങ്ങോട്ട് ഇടുമ്പോൾ ആ അമ്മ ഒരു പിടി അരിയെടുത്ത് ഇങ്ങോട്ട് മാറ്റി പാത്രത്തിൽ വെച്ചേക്കും. എല്ലാ നേരവും ഇങ്ങനെ പിടി മാറ്റി വെച്ച് പിടിയരി കൊണ്ടാണ് മാർത്തോമാ സഭയിലെ അച്ഛന്മാർക്ക് ശമ്പളം കൊടുത്തതും ഈ സഭയിൽ മുന്നോട്ട് പോയതും. ആണോ? അന്ന് പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് എന്തെങ്കിലും കുറഞ്ഞു പോയോ? വീട്ടിൽ കഞ്ഞി കുടിക്കാനില്ലാത്തപ്പോഴും ഇത് ചെയ്താ ജീവിച്ചത് അല്ലേ? നമ്മുടെയൊക്കെ നാടുകളിൽ കഞ്ഞിക്ക് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും വിങ്ങിപ്പൊട്ടിക്കരിഞ്ഞ നാടാണ്. 1959 ഇവിടെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാണ് കുടിയേറ്റം കൊണ്ട് ഓരോരുത്തർ പല നാട്ടിൽ ഓടിപ്പോയത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ സ്ത്രീ ഇതെല്ലാം കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇവർക്കൊരു കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ വളർന്നു വരികയാണ്. ഒരു ദിവസം ഈ കുഞ്ഞ് അപ്പൻ്റെ കൂടെ വയലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഈ മോൻ പറയാണ്, അപ്പാ എൻ്റെ തല എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചു. ഇത് തലയാന്ന് അപ്പനറിയാം, മോനും അറിയാം. ഇത് തലയാന്നല്ല പറഞ്ഞു. എന്താ പറഞ്ഞതറിയാമോ? എൻ്റെ തല പൊട്ടിപ്പോകാൻ തുടങ്ങുന്ന അപ്പാ, എൻ്റെ തല വെട്ടിപ്പോകാൻ എനിക്ക് വയ്യാന്നാണ് ആ കുഞ്ഞു പറഞ്ഞത്. എൻ്റെ തല എന്ന് ഈ മോൻ പറഞ്ഞെങ്കിലും അപ്പനിത് മനസ്സിലായില്ല. അപ്പൻ പറഞ്ഞു ബാല്യക്കാരോട്, ഇവനെ കൊണ്ട് അമ്മയുടെ കയ്യിലും കണ്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ നിങ്ങളുടെ മക്കൾ ഇതുപോലെ അവരുടെ വേദനയും സംഘർഷവും ഒരപ്പനോട് പറഞ്ഞാൽ അപ്പൻ എന്താ ചെയ്യണ്ടേ? ഈ അപ്പനത് ചെയ്തില്ല. ഈ അപ്പൻ പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി അമ്മയുടെ കയ്യിലും കണ്ട് കൊണ്ടുപോട്ടെ, അവൾ നോക്കട്ടെ എന്ന് പറഞ്ഞു വെച്ച് പോയി. ഈ മോൻ പറഞ്ഞത്, എൻ്റെ തല പൊട്ടിപ്പോകാൻ തുടങ്ങുന്ന അപ്പാ. ഹെമറേജ് ആയിരിക്കാം, സെറിബ്രൽ ഹെമറേജ് ആയിരിക്കാം, സ്ട്രോക്ക് വരാനായിരിക്കാം, എന്താണെന്നറിയില്ല. ഇവനെ ആശുപത്രി കൊണ്ടുപോകേണ്ടത് അപ്പനാണ്. പക്ഷെ അപ്പൻ ഇവനെ കൊടുത്ത് വിട്ടേച്ച് അപ്പൻ അവിടെ വയലിൽ പണി ചെയ്യുക. പിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അദ്ദേഹം ബിസി ആയിട്ടായിരിക്കാം. ഈ മോനെയും കൊണ്ട് ചെന്നപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നറിയാം? അമ്മയുടെ മടിയിലോട്ട് ഈ കുഞ്ഞിനെ കിടത്തി ഈ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ തൂത്ത് തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്ക് കുഞ്ഞിനെ തരണമെന്ന്, ചോദിക്കാതെ എനിക്ക് കൊണ്ടു തന്നല്ലേ ഈ കുഞ്ഞിനെ. എന്താ ദൈവമേ ഈ കുഞ്ഞിന് ഈ രോഗം കൊടുത്തേ? ഞാൻ എന്താ ചെയ്യണ്ടേ? സൗഖ്യമാക്കെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അമ്മയുടെ മടിയിൽ കിടന്ന് ഈ കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ മുമ്പേ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, ദൈവത്തിന് വേണ്ടി വീട് വെച്ച് കൊടുത്തു, ഫർണിച്ചർ കൊടുത്തു, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ഫുഡ് കൊടുത്തു, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് അവസാനം
ഈ കുഞ്ഞിൻ്റെ മരണം ആ വീട്ടിൽ നടന്നു. എങ്ങനെ സഹിക്കും പ്രിയപ്പെട്ടവർ? ഇവിടെയാണ് ഈ സ്ത്രീയുടെ വിശ്വാസം പഠിക്കേണ്ടത്. ഈ സ്ത്രീ ഈ കുഞ്ഞ് മരിച്ചപ്പോൾ എന്താ ചെയ്യുന്നറിയാം? ഒന്ന്, ഇവിടെ ഭർത്താവിനോട് കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞില്ലെന്ന് കാരണം ഈ കുഞ്ഞിൻ്റെ തല പൊട്ടുന്നെന്ന് പറഞ്ഞിട്ട് പോലും അപ്പൻ അതത്ര വിഷയമല്ല. ഇങ്ങനത്തെ ഒത്തിരി അപ്പന്മാരും അമ്മമാരും ലോകത്തിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നെന്ന് പറയുമ്പോഴൊന്നും നമുക്കൊരു ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് ഈ സ്ത്രീ വയലിലേക്ക് ചെന്നിട്ട് പറയാണ്, എനിക്കിന്ന് ദൈവപുരുഷൻ്റെ അടുത്ത് ശമരിയെ പോകണം. അതുകൊണ്ട് ഒരു കഴുതയും വേണം, ഒരു ബാല്യക്കാരനും വിട്ടു തരണം. ഇപ്പം ഭർത്താവിൻ്റെ ചോദ്യം ഇതാണ്, ഇന്ന് അമാവാസിയല്ല, ഇന്ന് ശബത്തല്ല, നീ എന്തിനാ ഇന്ന് പള്ളിയിൽ പോന്നേ? നമ്മുടെ ഭാഷ പറയാണ് പള്ളി. ശമരിയയിൽ എന്തിനാ പോന്നേ? ഇന്ന് അനേകം അർത്ഥവന്മാക്കാർ ഇങ്ങനായി. നമ്മുടെ പള്ളി 102ാമത്തെ കൺവെൻഷൻ നടക്കുക. നീ എന്തിനാ കൺവെൻഷന് പോന്നേ? ഞാൻ എന്തിനാ പോകുന്നത്? എൻ്റെ ഇവിടെ വയലെല്ലാം ഇങ്ങനെ കൊയ്യാൻ കിടക്കുക, ഇഷ്ടം പോലെ വാരി കൂട്ടാനുണ്ട്. അവിടെ മക്കൾ പോലും ഇല്ലാത്ത ഒന്നിനെ കിട്ടിയതാണ്. ഈ കുഞ്ഞിന് ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പനൊരു ചിന്തയില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പറയാൻ ആഗ്രഹിക്കുക, യേശു എടുക്കാൻ വയ്യാത്ത കുരിശും കൊണ്ട് പോയപ്പോൾ തൻ്റെ മുമ്പിൽ പിന്നിൽ കരഞ്ഞലറിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളാരും എന്നെ ചൊല്ലി കരയേണ്ട. പിന്നെ ആരെ ചൊല്ലിയ? പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ അവിടെ ചെന്ന് പറഞ്ഞു, എനിക്ക് വേണം. അപ്പോൾ ചോദിക്കാം, നീ എന്തിനാ ഇന്ന് പള്ളിയിൽ പോന്നേ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും പള്ളി വിടാൻ മടിക്കുന്ന പേരൻസ് ഉണ്ട്. ഞാനിരുന്ന ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അച്ഛാ ഞാൻ ചോദിക്കാം, എന്നാ ഇന്നും ഞാൻ പള്ളി വരുന്ന എല്ലാവരെയും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, വരാത്തത് നോക്കും. അപ്പം ഞാൻ വിളിച്ചു ചോദിക്കാം, എന്നാ ഇന്ന് മോൻ പള്ളി വരാം? അച്ഛാ അവർക്ക് 6 ദിവസം ജോലിയാച്ചാ, ഇന്നേ ഉള്ളു ഉറങ്ങാൻ നേരമുള്ളേ, അതുകൊണ്ട് അവർ ഞാൻ കണ്ണോണസില്ല എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഒഴിവാക്കാൻ കഴിയുന്നൊക്കെ ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, തന്തക്കൂള് പഠിച്ചില്ലേ കുഴപ്പമില്ല, യൂണിവേഴ്സിറ്റി പോയ കുഴപ്പമില്ല, ഭാര്യ സേവ്യാസംഗതി പോയില്ലേ കുഴപ്പമില്ല, നമുക്ക് ഇടവിഷനിൽ പോയില്ലേ കുഴപ്പമില്ല, സമിതി പണിക്കറച്ചാൽ നടത്തിക്കോളൂ, ചുമതലക്കാരുണ്ട് അവരും ചെയ്തോളൂ എന്ന് പറയുകയാണ്. ഇന്ന് ശബത്തല്ല, അമാവാസിയല്ല, നീ എന്തിനാ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു ചോദിക്കുന്നവരുണ്ട്. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് പോകണം. കഴുതയും വിട്ടുകൊടുത്തു, ബാല്യക്കാരനെ വിട്ടുകൊടുത്തു. ഇതിനു മുമ്പ് ആ സ്ത്രീ ഒരു കാര്യം ചെയ്തു. തൻ്റെ മരിച്ച കുഞ്ഞിനെ എവിടെ കൊണ്ടുവച്ചെന്നറിയാം? ഇവിടെ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞേ, ദൈവപുരുഷൻ്റെ കട്ടിലെ കൊണ്ടാണ് വെച്ചത്. ഞാൻ മുമ്പോട്ട് വരുമ്പോൾ പറയാം. ഈ കുഞ്ഞിനെ അമ്മയുടെ കട്ടിലേലല്ല, അപ്പൻ്റെ കട്ടിലേലല്ല, ഗസ്റ്റിൻ്റെ കട്ടിലേലല്ല, ദൈവപുരുഷൻ്റെ കട്ടിലെ കൊണ്ട് കിടത്തി. എന്നിട്ട് ബാല്യക്കാരൻ പറഞ്ഞു, ആരെയും വന്ദനം പറയരുത്, അടിച്ചു വിട്ട് പൊക്കോണം എന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങൾക്കും ദൈവം തന്ന സമയമുണ്ടല്ലോ, പാഴാക്കി കളയരുത്. ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും നന്മ ചെയ്യാനും ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കാനും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവസരം കിട്ടുമ്പോൾ ഈ സ്ത്രീ പഠിപ്പിക്കുക, നിനക്കിൻ്റെ അവസരം പാഴാക്കരുത്, അടിച്ചു വിട്ട് പൊക്കോണം. അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ കണ്ടു, വേണ്ട ശൂന്യംകാരത്തി വരുന്നു. ഗേഹസി ചെന്ന് ചോദിക്ക്, എന്തുണ്ട് വിശേഷം? ചോദിക്കണം, നിനക്ക് സുഖമാണോ? നിൻ്റെ കുഞ്ഞിന് സുഖമാണോ? നിൻ്റെ ഭർത്താവിൻ്റെ സുഖമാണോ? ചോദിച്ചത് ഗേഹസിയാണ്. അതെ അതെ, ദേ ആർ വെൽ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഈ സ്ത്രീ നമ്മളാണെങ്കിൽ വഴിയെ പോകുന്നവരോടെല്ലാം പൊട്ടിക്കറിഞ്ഞ് പറയും, ഞങ്ങളുടെ വീട്ടിൽ തേണ്ട ഒരു അച്ചായനുണ്ട്, എന്തോ പറയാനാ, ഞങ്ങളുടെ വീട്ടിൽ കുറേ പിള്ളേരുണ്ട്, എന്തോ പറയാനാ. നീ ഭർത്താവ് പറയും, എൻ്റെ വീട്ടിൽ ഒരു കെട്ടിയോളുണ്ട്, എന്തോ പറയാനാ. നമ്മുടെ കുറ്റങ്ങളൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ നിർത്തുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അതെ സുഖം തന്നെ, ഒരു പ്രോബ്ലവുമില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു തലം. ഞാൻ മുമ്പോട്ട് പോയിട്ട് പറയട്ടെ. അത് കഴിഞ്ഞു. കേസ് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അങ്ങ് പ്രവാചകൻ്റെ അടുത്ത് ചെന്നു. പ്രവാചകൻ ചോദിച്ചു, നിനക്ക് സുഖം തന്നെയാണോ? അതെ സുഖമാണ്, പക്ഷെ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാൻ നിന്നോടൊരു കുഞ്ഞിനെ ചോദിച്ചില്ല, ചോദിക്കാതെ നീ ഈ കുഞ്ഞിനെ തന്നത് എന്ന് പറഞ്ഞാൽ, അവിടെ സങ്കടം മറ്റാരോടും പറയാതെ, ഭർത്താവിനോട് പറഞ്ഞില്ല, ഗേഹസിയോട് പറഞ്ഞില്ല, ബാല്യക്കാരന് പറഞ്ഞില്ല, സേവിയ സംഘക്കാരന് പറഞ്ഞില്ല, ഇടവ് മിഷൻകാരനും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. പറയാതെ ദൈവപുരുഷനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുണ്ടല്ലോ മരിച്ചുപോയി, നീ രക്ഷിക്കണം, നീ രക്ഷിക്കണം.
അപ്പോൾ ദൈവപുരുഷൻ പറഞ്ഞു, ഗേഹസി എൻ്റെ വടിയെടുത്തോണ്ട് നീ പോ, നീ എന്നാൽ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് വെച്ചാൽ മതി, കുഞ്ഞ് രക്ഷപ്പെടും. ഈ സ്ത്രീ എന്ത് പറഞ്ഞെന്നറിയാം? ഇവിടെ വിശ്വാസം ഓർക്കണം. നമ്മളാതെ പറഞ്ഞ അത് മതിയായിരുന്നു. ഓ വാ ഗേഹസി, നീ വണ്ടിയെ കയറിക്കോ, നമുക്ക് പാന്ന് പറയും. ഈ സ്ത്രീ പറഞ്ഞു, യജമാനനെ, യജമാനൻ്റെ എലീശയുടെ കാലേ കയറി പിടിച്ചു, നിലത്ത് സാഷ്ടാംഗം വീണ് എലീശയുടെ കാലേ പിടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരാതെ ഞാൻ നിന്നെ വിടത്തില്ല. നീ എൻ്റെ കൂടെ വരാതെ. ഗേഹസി ഒന്നുമല്ല എനിക്ക് വേണ്ടത്, ഐ നീഡ് യു. നീ എൻ്റെ കൂടെ വരാതെ ഞാൻ നിന്നെ വിടത്തില്ല. കാലേ കയറി പിടിച്ചു. അപ്പോൾ എലീശ തീരുമാനിച്ചു, ഞാൻ വരാം. എലീശായും ഗേഹസിയും ഈ സ്ത്രീയും ബാല്യക്കാരനും ഇവരുടെ വീട്ടിലേക്ക് പോകുകയാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ. അങ്ങ് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, കുഞ്ഞെവിടെയാണ്, എവിടെ കിടത്തി? അപ്പോൾ പറഞ്ഞു, ദൈവപുരുഷ, അങ്ങയുടെ കട്ടിൽ കുഞ്ഞ് കിടപ്പുണ്ട്. ദേ അങ്ങോട്ട് കയറി ചെന്നു, വാതിലടച്ചു. അവിടെ നിർത്തിയിട്ട് ഞാനൊന്ന് പറയട്ടെ. ഈ സ്ത്രീയുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ കമ്പി വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അച്ഛൻ പറഞ്ഞ സമയമായി. പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷെ നിർത്തുകയാണ്. 1, ഈ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, നിനക്കെടുക്കാനും നിനക്ക് പൊക്കാനും നിനക്ക് സഹിക്കാനും വയ്യാത്ത ഭാരം വന്നാൽ ആ ഭാരം കൊണ്ടിറക്കി വെക്കാനുള്ള ഒരിടം എൻ്റെ നിങ്ങളുടെ വീട്ടിൽ സുഖകാലത്ത് പണിത് വെച്ചിരിക്കണം. ക്യാൻസർ വരുമ്പോഴല്ല, ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴല്ല, സ്ട്രോക്ക് വരുമ്പോഴല്ല, നിനക്കൊരു പ്രശ്നവുമില്ലാത്തപ്പോൾ ഈ ദൈവപുരുഷന് വേണ്ടി ഒരു മുറി പണിത് കൊടുത്ത്, ഞങ്ങളുടെ വീട്ടിൽ ദൈവം വേണം, ഞങ്ങളുടെ വീട്ടിൽ ദൈവം പാർക്കണം, ഞങ്ങളുടെ കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വിശ്വാസം ഉണ്ടല്ലോ. അവിടെ ആപത്ത് കാലത്ത് വന്നപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് കിടത്തി എവിടെയാണെന്നറിയാവോ? ദൈവപുരുഷൻ്റെ കട്ടിലിലാണ്. ഇന്ന് നിങ്ങളുടെ എൻ്റെയും വീട്ടിൽ നമുക്ക് സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഇറക്കി വെക്കാൻ എവിടെയുണ്ട് സ്ഥലം? എവിടെയുണ്ട്? നമ്മളെല്ലാവരോടും പറയും, അയ്യോ ഞങ്ങൾക്കിങ്ങനെ വന്നേ, ഞങ്ങൾക്കിങ്ങനെ. അങ്ങനെയല്ല ഈ സ്ത്രീ ചെയ്തത്. ഇവള് പറഞ്ഞു, എൻ്റെ ഏത് പ്രശ്നവും ഇറക്കി വെക്കാൻ ദൈവം തമ്പുരാന് വേണ്ടി ഒരിടം എൻ്റെ വീട്ടിലുണ്ട്. സ്തോത്രം. 2, ഇവർക്ക് ഈ പ്രശ്നം വന്നപ്പോൾ പോകാനൊരിടമുണ്ടായിരുന്നു. നമ്മളിന്ന് എവിടെയാണ് പോവുക? നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മൊബൈൽ ഫ്രണ്ട്സ്, വാട്സാപ്പ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ട്. അവരോടൊക്കെ എല്ലാം പറഞ്ഞ് ചിരിച്ചും കളിച്ചിരിക്കുകയാണ്. ഈ സ്ത്രീ പറഞ്ഞു, എനിക്കറിയാം എൻ്റെ പ്രശ്നങ്ങൾ ആരോട് പറയണം, എവിടെ പോകണമെന്ന് എനിക്കറിയാം. അവൾ ശമരിയെ പോയി, ദാറ്റ് മീൻസ് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പറഞ്ഞു. ഗേഹസിയോട് പറഞ്ഞില്ല, ദൈവത്തോട് പോയി പറഞ്ഞെന്ന് വിചാരിച്ചോ? ദൈവപുരുഷനോട് പറഞ്ഞു. 3, അടുത്തതായി ഈ സ്ത്രീയോട് ഗേഹസിയെ കൊണ്ട് പോകാൻ പറഞ്ഞില്ല, യാക്കോബ് പറഞ്ഞതുപോലെ പറഞ്ഞു, നീ എൻ്റെ കൂടെ വരാതെ ഞാൻ നിന്നെ വിടത്തില്ല. നമുക്കിതുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്കിതുണ്ടോ? ഭാര്യ പ്രാർത്ഥിച്ചോ കുഞ്ഞുങ്ങൾ നന്നായിക്കോളും, അല്ലെ അച്ഛൻ പ്രാർത്ഥിച്ചോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ഇവൾ പറഞ്ഞു, യജമാനം വരാതെ പോകത്തില്ല. അടുത്തതായി നമ്മളിന്ന് ഇപ്പം ഇവരൊക്കെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കാലെ പിടിച്ച് കാര്യം സാധിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മറ്റാരുടെയും കാലെ പിടിക്കണ്ട, എൻ്റെ ദൈവത്തിൻ്റെ കാലെ പിടിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഈ വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു ഇടം വീട്ടിലുണ്ടോ? നിങ്ങൾ ചിന്തിച്ചേ, 4ഉം 5ഉം ബെഡ്റൂമും ഗസ്റ്റ് റൂമും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കാം. ഇല്ലേ, ഒരു മുറിയെന്ന് വിചാരിച്ചോ? നമ്മുടെ വീട്ടിൽ എവിടെയാ ദൈവത്തുമായിട്ട് ബന്ധത്തിലുള്ള സ്ഥലം? ഈ സ്ത്രീ ഈ ദൈവപുരുഷനുമായിട്ട് വീട്ടിൽ ചെന്നു. ദൈവപുരുഷൻ ആ മുറി കയറി ചെന്നു. സംഭവം നിങ്ങൾക്കറിയാം. ആ കുഞ്ഞിൻ്റെ മേൽ കയറി കിടന്നു. ഈ കുഞ്ഞ് തുമ്മി, 7 പ്രാവശ്യം തുമ്മി. ഈ കുഞ്ഞ് ജീവനുള്ള കുഞ്ഞായപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു, വന്ന് എടുത്തോ നിൻ്റെ കുഞ്ഞിനെന്ന് പറഞ്ഞു. ഈ സ്ത്രീ കുഞ്ഞിനെ എടുക്കാൻ പോയില്ല. നിങ്ങളവിടെ പഠിച്ചു നോക്കണം. ഈ സ്ത്രീ ആ ഏലിശായുടെ അടുത്ത് ചെന്ന് കാലേ പിടിച്ച് നന്ദി പറഞ്ഞു. നിങ്ങളും ഞാനും ഒക്കെ കുഞ്ഞിനെ എടുക്കാൻ ഓടുമ്പോൾ ഈ ശൂന്യങ്കാരത്തിൽ പറയാണ്, ഞാൻ കുഞ്ഞിനെ പിന്നെ എടുക്കത്തുള്ളൂ, എന്നെ രക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1,
നിൻ്റെ നല്ല കാലത്ത് നിനക്കൊരു രോഗവുമില്ല, BP ഇല്ല, ഹാർട്ടിന് പ്രോബ്ലം ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. ഈ നല്ല കാലത്ത് നീ ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്ത് ജീവിച്ചാൽ നിൻ്റെ ആപത്ത് കാലത്ത് ദൈവം നിന്നെ കൈവെള്ളെ കൊണ്ട് നടക്കും. 1. 2, ഇല്ലേ 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 ഞങ്ങൾക്കൊന്നുമില്ലെന്നല്ല പറയേണ്ടത്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം പാടിക്കൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയണം. 3, നമുക്കെടുക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും. എന്ത് പ്രശ്നം വന്നാലും എവിടെ കൊണ്ടുവെക്കണമെന്നറിയണം. അതിനൊരിടം നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലുണ്ടായിരിക്കണം. എൻ്റെ ഏത് പ്രശ്നം ഇറക്കി വെക്കാൻ ഒരിടം എൻ്റെ വീട്ടിലുണ്ടായിരിക്കണം. എനിക്ക് ഏത് പ്രശ്നം വന്നാൽ ഓടിച്ചെല്ലാൻ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ചെന്ന് പറയാൻ ഇടമുണ്ടാകണം. തമ്പുരാനോട് പറയണം, എനിക്ക് നിന്നെയാണ് വേണ്ടത്, നിന്നെ അല്ലാതെ ഒന്നും വേണ്ട. ഒരു സംഭവം പറഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം, നടന്നത് പറയാം. എൻ്റെ ഒരു കസിൻ കഴിഞ്ഞ ദിവസം ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ICUവിലായിരുന്നു, വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പം ഞാൻ കാണാനും പ്രാർത്ഥിക്കാനും പോയി, തൈലാഭിഷേകം നടത്താൻ പോയതാണ്. ഞാനവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു മാർത്തോമ ഇടവകമായിരിക്കുന്ന ജോൺസൺ പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യ ഷീജി ഈ ICUവിലുണ്ട്, അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഷീജിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. ഷീജിക്ക് ഒരു രോഗമാണ്, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു രോഗമാണ്. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ജോൺസൺ പറഞ്ഞൊരു സംഭവം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ പള്ളിയിലെ സേവിയാ സംഘത്തിലെ ആത്മീയ കാര്യങ്ങളിലെ ഏറ്റവും മുൻപിട്ട് നിൽക്കുന്ന ആളാച്ചാ ഷീജി. ഈ ഷീജി ഉണ്ടായിട്ടാച്ചാ ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ ജോൺസാ? ഈ ജോൺസൺ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ ഒരു സോൾജറായിരുന്നു. അദ്ദേഹത്തിന് ലിവർ സീറോസിസ് വന്ന് സർജറിയൊക്കെ ചെയ്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അങ്ങനെ ചികിത്സയിലിരിക്കുകയാണ്. അപ്പോൾ ജോൺസൺ മരിച്ചു എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നു. ജോൺസൺ മരിച്ചു. എന്നെ ആ എഴുത്ത് കാണിച്ചു, പിന്നെ മൊബൈലിൽ കിടപ്പുണ്ട്. അപ്പോൾ മിലിറ്ററിക്കാരനായതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് മിനിസ്ട്രിയുടെ എഴുത്ത് ഈ വീട്ടുകാർക്കും ഹോസ്പിറ്റലിൽ അയച്ചു കൊടുത്തു. ഇവൻ ഞങ്ങളുടെ സോൾജറാണ്, അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ ബോഡി കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും പറഞ്ഞൊരു എഴുത്തുണ്ട്. ആ എഴുത്ത് എന്നെ കാണിച്ചു. ഞാനത് വായിച്ചു. പറഞ്ഞു, അച്ഛാ അങ്ങനെ ഞാൻ മരിച്ചുവെന്ന് വിധി എഴുതി. ഗവൺമെൻറ്റിൽ നിന്ന് എഴുത്തും വന്ന് എൻ്റെ ഡെഡ് ബോഡി മോർച്ചറി വെക്കാനായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ ഷീജി ഉണ്ടല്ലോ അച്ഛാ, അവളെ സാധാരണക്കാരിയല്ല അച്ഛാ, പാവം പിടിച്ച സ്ത്രീയാ, സാധാരണക്കാരിയല്ല അച്ഛാ. ഞങ്ങളുടെ പള്ളിയിലെ പ്രാർത്ഥനയ്ക്കും ഉപവാസ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും എല്ലാം പോയി ദൈവത്തിന് വേണ്ടി ശക്തിയോട് നിൽക്കുന്ന വിശ്വാസമുള്ള സ്ത്രീയാച്ച എൻ്റെ ഭാര്യ. അവളെന്ത് പറഞ്ഞറിയാമോ? ദൈവമേ, എൻ്റെ ജോൺസൺ അച്ചായനെ ഡെഡ് ബോഡിയായിട്ട് കൊണ്ടുപോകാതെ ജീവനുള്ള ജോൺസനായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം ദൈവമേ. നിൻ്റെ കല്ലറ ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നത് നീ മരിച്ചത് ഉയർപ്പിക്കുന്ന കർത്താവാണ്, അല്ലേ കർത്താവേ? അതെ, എങ്കിൽ എൻ്റെ ജോൺസനെ സൗഖ്യത്തോടെ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ജോൺസൺ ഇപ്പോഴും ബിലീവേഴ്സിലുണ്ട്, ഭാര്യ അവിടെ കിടപ്പുണ്ട്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇവിടെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ജോൺസൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. കെട്ടുകഥയല്ല ഞാൻ പറയുന്നേ, ഇതൊഴുകാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ജോൺസൺ മരിച്ചിട്ടില്ല, മരിച്ചായിരുന്നെങ്കിൽ കാര്യത്തില്ല. പിന്നെ എല്ലാ നാഡീതുടിപ്പൊക്കെ നിന്നു പോയതായിരുന്നു. ഇപ്പം കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഒഴുകുന്നുണ്ട് ജോൺസൻ്റെ. പ്രിയപ്പെട്ടവരെ, ആ ജോൺസൺ വീണ്ടും അഡ്മിറ്റാക്കി സുഖം പ്രാപിച്ചു. ആ ജോൺസനാണ് ഇന്ന് ഷീജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് ആ മുറി പോയത്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഇന്ന് എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുക. ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. എനിക്കെടുക്കാൻ വയ്യാത്ത പ്രശ്നം ജീവിതത്തിൽ വരും, നിങ്ങൾക്കും വന്നെന്നിരിക്കും. ഇത്തരം സ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഇറക്കി വെക്കാനൊരു കട്ടിൽ, ഒരു പ്രാർത്ഥനാ മുറി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലത്ത് കരുതി വച്ചിരിക്കണം. മയക്കുമരുന്നിൻ്റെ കാലത്താണ് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ
ഈ കുഞ്ഞുങ്ങളെ ഈ പ്രാർത്ഥന കട്ടിലേലോട്ട് കൊണ്ട് വെക്കാനൊരിടമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കാലെ പിടിക്കാൻ, ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ പ്രാപ്തിയുള്ളവരായിട്ട് വിശ്വാസം ജീവിക്കാനായിട്ട് കഴിയണം. എന്നെ ആര് കൈവിട്ടാലും എൻ്റെ ദൈവം കൈവിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ തമ്പുരാൻ്റെ കാലെ പിടിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കഴിയണം.